എഡ്യു ഹബിൻ്റെ നെറ്റ് മാരത്തോൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട് 2 വീഡിയോയാണ്, അതായത് ലോജിക്കൽ റീസണിങ് തൊട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ലോജിക്കൽ റീസണിങ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്. അതായത് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ടു ജനറൽ ആണ്, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനറൽ ടു സ്പെസിഫിക് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക മെയിനായിട്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡിറ്റി ഓഫ് ആർഗ്യുമെൻ്റ് ആണ്. അതായത് ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആയിരിക്കുക അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കുക. ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെങ്കിൽ അതിന് വാലിഡ് ഡിഡക്ഷനും, അതുപോലെ തന്നെ പ്രിമിസിസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ഒരു വാലിഡ് ആർഗ്യുമെൻറ്റ് കനോട്ട് ഹാവ് എ ട്രൂ പ്രിമിസിസ് ആൻഡ് എ ഫാൾസ് കൺക്ലൂഷൻ എന്നതാണ് അതിൻ്റെ ആ ഒരു തിയറി പോകുന്നത്. ഇനി നമുക്കൊരു പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ്, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. അത് തമ്മിലൊരു അതിൻ്റെ ടേംസ് തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ ഡ്രോൺ ചെയ്താലാണ് പ്രപ്പോസിഷൻ അസ്യൂംഡ് ടു ബി ട്രൂ ആവത്തുള്ളൂ. അപ്പോൾ ഈ പ്രപ്പോസിഷൻ്റെ അകത്ത് 4 പാർട്സാണ് ഉള്ളത്. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുവാണ്, ഓൾ എസ് ഈസ് പി എന്നൊരു പ്രപ്പോസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓൾ എന്നുള്ളത് ക്വാണ്ടിഫയറും എസ് എന്നുള്ളത് സബ്ജക്റ്റും പി എന്നുള്ളത് പ്രെഡിക്കേറ്റുമാണ്. ഓൾ എന്നുള്ളത് ക്വാണ്ടിഫയർ, സബ്ജക്റ്റ് എസ്, പ്രെഡിക്കേറ്റ് പി. പിന്നെ കോപ്പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാണ്ടിഫയറും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ കോപ്പുല എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഈ പ്രപ്പോസിഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇനി പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രീതിയിലുണ്ട്. ഒന്ന് പോസിറ്റീവ് അഫിർമേഷൻ, നെഗറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ളത്. ഈ യൂണിവേഴ്സൽ പോസിറ്റീവ് അഫിർമേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയുന്നതാണ് ഓൾ എസ് ഈസ് പി എന്നുള്ളത്. അതായത് ഓൾ ചേർത്ത് വരുന്നതല്ല, യൂണിവേഴ്സൽ പോസിറ്റീവാണ്. അതായത് ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് എന്നൊക്കെ പറയണത് ഇതിനൊരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് എന്നുള്ളത്. ഇനി നോ ക്യാറ്റ്സ് ആർ ബേർഡ്സ് എന്ന് പറയണതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ്. അതായത് നോ വരുന്നതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്ക്ലൂഷനാണ് കാണിക്കുന്നത്. യൂണിവേഴ്സൽ പോസിറ്റീവിൽ ഇൻക്ലൂഷൻ ആണെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവിൽ എക്സ്ക്ലൂഷനാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി പർട്ടിക്കുലർ പോസിറ്റീവിന് എക്സാമ്പിളാണ് സം മെൻ ആർ ഫൂളിഷ് എന്നുള്ളത്. സം മെൻ ആർ ഫൂളിഷ്, സം ചേർത്ത് വരുന്നതാണ് പർട്ടിക്കുലർ പോസിറ്റീവ് അല്ലെങ്കിൽ ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പാർഷ്യൽ ഇൻക്ലൂഷനാണ് നടക്കുന്നത്. ഇവിടെ സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇനി പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുന്നതാണ് സം എസ് ഈസ് നോട്ട് പി എന്ന് പറയുന്നത്. ഇവിടെ പാർഷ്യൽ എക്സ്ക്ലൂഷനാണ്. ഇവിടെ പ്രെഡിക്കേറ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതൊരു ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ചേർത്ത് വരുന്നത്, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നോ ചേർത്ത് വരുന്നത്, പർട്ടിക്കുലർ പോസിറ്റീവ് ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സമ്മ് മാത്രം വരുന്നത്, നോട്ട് വരുന്നില്ല. ഇനി ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് സം വിത്ത് നോട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് പോസിറ്റീവ് സെൻറ്റൻസ് ഏതാ, നെഗറ്റീവ് ഏതാ, പർട്ടിക്കുലർ പോസിറ്റീവ് ഏതാ, പർട്ടിക്കുലർ നെഗറ്റീവ് ഏതാ, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമ്മളോട് 2-3 സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻ തരും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചേരുന്ന കൺക്ലൂഷൻ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് വരുന്ന ആ 2 പ്രപ്പോസിഷനിൽ നിന്ന് വരുന്ന കൺക്ലൂഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് നോക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഇംപ്ലിക്കേഷൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഇംപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അതായത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതായത് എ നമുക്ക് ഐ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതായത് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ചെയേഴ്സ് ആർ ടേബിൾ എന്നുള്ളതാണ് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ ചെയറും ടേബിളും മാറ്റേണ്ട, അതൊരു ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സം ചെയേഴ്സ് ആർ ടേബിൾസ് എന്ന് വരും. അതായത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ഓൾ ചെയേഴ്സ് ആർ ടേബിൾസ് എന്നാണ് പ്രമിസ് തന്നിരിക്കുന്നതെങ്കിൽ കൺക്ലൂഷൻ്റെ അകത്ത് സം ചെയേഴ്സ് ആർ ടേബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഇനി അടുത്തത് വരുന്നതാണ് ഇംപ്ലിക്കേഷനിൽ വരുന്നതാണ് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓയാക്കാം. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ആണ് തന്നിരിക്കുന്നത്, അതേ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വെച്ചിട്ട് ഒരു ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. അതായത് നോ ചെയർ ഈസ് ടേബിൾ എന്നുള്ള ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് സം ചെയർ ഈസ് ടേബിൾ
സം ചെയേഴ്സ് ആർ നോട്ട് ടേബിൾ എന്നൊരു കൺക്ലൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഇംപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർഷനിൽ എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഓൾ ചെയേഴ്സ് ആർ ടേബിൾസ് എന്നുള്ളത് നമുക്ക് സം ടേബിൾസ് ആർ ചെയേഴ്സ് എന്നും സം ചെയേഴ്സ് ആർ ടേബിൾസ് എന്ന് എഴുതാം. അവിടെ മാത്രം രണ്ടെണ്ണം തിരിച്ച് നമുക്ക് എഴുതാം. ഇനി ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ടൈപ്പ്, അതായത് നോ ചെയേഴ്സ് ആർ ടേബിൾ എന്നുള്ളത് നോ ടേബിൾസ് ആർ ചെയേഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ പ്രെഡിക്കേറ്റും സബ്ജക്റ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് കൊടുത്താൽ മതി. എല്ലാത്തിലും പറ്റില്ല. എ ടൈപ്പിൽ നമുക്ക് ഐ ടൈപ്പ് മാറ്റിയിട്ട് രണ്ട് രീതിയിലും എഴുതാം. ഈ ടൈപ്പിൽ നമുക്ക് അതേപടി തന്നെ ഈ ടൈപ്പാണ്, അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റിയിടാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഐ ടൈപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അവിടെ നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അതായത് സം ചെയേഴ്സ് ആർ ടേബിൾസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ സം ടേബിൾസ് ആർ ചെയേഴ്സ് എന്ന് നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ടൈപ്പ് ആവും, ഇ ആവും, ഐ ആവും. ഈ മൂന്നെണ്ണത്തിനാണ് അത് പറ്റത്തുള്ളൂ. ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് പറ്റത്തില്ല. ഇനി അതിനുശേഷം വരുന്നതാണ് ഇത് രണ്ടിലും ഇല്ല ഇനിയും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. ഫോർമുല അല്ല, ഈ ഒരു ടേബിൾ ഓർത്തിരിക്കുക. ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അതായത് രണ്ട് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി ചേർന്നാൽ എ ആയിരിക്കും. എ പ്ലസ് ഇ ആണെങ്കിൽ ഇ ആയിരിക്കും. ഇ പ്ലസ് എ ആണെങ്കിൽ ഓർ റിവേഴ്സ് ആയിരിക്കും. ഇ പ്ലസ് ഐ ഈസിക്കൽ ടു ഓർ റിവേഴ്സ് ആയിരിക്കും. ഐ പ്ലസ് ഐ ഈസിക്കൽ ടു ഐ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. ഐ പ്ലസ് ഇ ഈസിക്കൽ ടു ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. മിക്കവാറും നമ്മുടെ ആദ്യത്തെ രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൺക്ലൂഷനും ഓപ്ഷനും വെച്ച് നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് കാണാപ്പാഠം പഠിച്ചേച്ച് തന്നെ പോകണം. ഇതിന് വേറെ കുറുക്കു വഴികളൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിക്കും. അതുകൊണ്ട് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ പഠിച്ചിട്ട് വേണം. നമ്മൾ എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇനി ഒരു എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ബന്ധമാണ് കോൺട്രറി എന്ന് പറയുന്നത്. എന്താണ് കോൺട്രറി എന്ന് പറയുന്നത്? എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ബന്ധത്തിനാണ് നമ്മൾ കോൺട്രറി എന്ന് പറയുന്നത്. ഈ കോൺട്രറി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ, അതായത് ഓൾ എസ് എസ് പിയും നോ എസ് എസ് പിയും, അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലാണ് ബന്ധം വരുന്നത്. ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ട്രൂ ആണ്. അതായത് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ട്രൂ ആകാനായിട്ട് പാടില്ല. പക്ഷേ അത് രണ്ടും കൂടെ ഫാൾസ് ആകാനായിട്ട് പറ്റും. അതായത് ഒരെണ്ണം ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. ഇനി ഒരെണ്ണം ഫോൾസ് ആണെങ്കിൽ മറ്റേതിൻ്റെ കാര്യം നമുക്ക് ഡൗട്ട്ഫുള്ളാണ്. അങ്ങനെ കേസിലാണ് കോൺട്രറി വരുന്നത്. അതായത് കോൺട്രറി തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ്. അതായത് കനോട്ട് ബി ട്രൂ അറ്റ് ദ സെയിം ടൈം, പക്ഷേ നമുക്ക് ഫാൾസ് ടുഗദർ ആകാം. അതായത് രണ്ടും തെറ്റാകാം, പക്ഷേ ട്രൂ ആകാനായിട്ട് പറ്റില്ല. അതായത് ഒരെണ്ണം ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ മറ്റേ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതായത് എയും ഇയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഫാൾസ് ടുഗദർ ആകാം. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഫാൾസ് ടുഗദർ ആകാം, പക്ഷേ കനോട്ട് ബി ട്രൂ ടുഗദർ എന്നുള്ളതാണ്. ഇനി ഈ കോൺട്രറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സബ് കോൺട്രറി. അതായത് ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റും. അതായത് നമ്മൾ കോൺട്രറിയിൽ പറഞ്ഞു അവിടെ ഫാൾസ് ടുഗദർ ആകാം, പക്ഷേ സബ് കോൺട്രറിയിൽ വരുമ്പോൾ അത് ട്രൂ ടുഗദർ ആണ്. മറ്റേത് മുകളിലത്തേത് ഫാൾസ് ടുഗദറും താഴത്തെ സബ് കോൺട്രറി ട്രൂ ടുഗദറുമാണ്. അതായത് ഇവിടെ ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ മറ്റേത് എന്തായാലും ട്രൂ ആയിരിക്കും. പക്ഷേ ഒരെണ്ണം ട്രൂ ആണെങ്കിൽ മറ്റേതിൻ്റെ കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതായത് ഇവിടെ ബോത്ത് ട്രൂ ടുഗദർ ബട്ട് കനോട്ട് ബി ഫോൾസ് ടുഗദർ. അതായത് മുകളിൽ ഫാൾസ് ടുഗദർ ആണ്, താഴെ ട്രൂ ടുഗദർ ആണ്. പിന്നെ വരുന്നതാണ് കോൺട്രഡിക്ടറി എന്ന് പറയേണ്ടത്. കോൺട്രഡിക്ടറി എന്ന് പറയുമ്പോൾ എയും ഒയും ഐയും ഇയും തമ്മിലാണ് കോൺട്രഡിക്ടറി ബന്ധം വരുന്നത്. അത് എളുപ്പമാണ്. ഒരെണ്ണം ട്രൂ ആണെങ്കിൽ മറ്റേത് എന്തായാലും ഫാൾസ് ആയിരിക്കും. ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും. ട്രൂ ആണെങ്കിൽ ഒരെണ്ണം ഫാൾസ്, ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ. അതാണ് കോൺട്രഡിക്ടറിയിൽ വരുന്നത്. നിങ്ങൾക്ക് കോൺട്രഡിക്ടറി എന്തായാലും മാറിപ്പോകത്തില്ല. കോൺട്രറിയും സബ് കോൺട്രറിയും ഒക്കെയാണ് മാറിപ്പോകുന്നത്. കോൺട്രറിയിൽ ഫാൾസ് ടുഗദറും സബ് കോൺട്രറിയിൽ ട്രൂ ടുഗദറുമാണ്. ഇനി വരുന്നതാണ് സബ് ആൾട്ടർനേഷൻ എന്ന് പറയുന്നത്. അതായത് എയും ഐയും ഇയും ഒയും തമ്മിലുള്ള ബന്ധമാണ് സബ് ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിൽ, അതായത് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ
പർട്ടിക്കുലർ എന്തായാലും ട്രൂ ആയിരിക്കും. ഇനി യൂണിവേഴ്സൽ ഫാൾസ് ആണെങ്കിൽ പർട്ടിക്കുലർ നമുക്ക് ഡൗട്ട്ഫുൾ ആയിരിക്കും. അതായത് മുകളിൽ ട്രൂ ആണെങ്കിൽ താഴെയും ട്രൂ ആയിരിക്കും. ഇനി മുകളിൽ ഫാൾസ് ആണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഉള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ്. മുകളിൽ നിന്ന് താഴോട്ടുള്ള ബന്ധം രണ്ടും ശരിയാണ് അല്ലെങ്കിൽ ട്രൂ ആണെന്നുള്ളതാണ്. ഇനി ഫാൾസ്, അതായത് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെങ്കിൽ നമുക്ക് അത് പറയാനായിട്ട് പറ്റില്ല, ഡൗട്ട്ഫുള്ളാണ്. അതായത് ഇത്ര ഓർത്താൽ മതി, യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പർട്ടിക്കുലറും ട്രൂ ആയിരിക്കും. ഇനി പർട്ടിക്കുലർ ഫാൾസ് ആണെങ്കിൽ യൂണിവേഴ്സൽ ഫാൾസ് ആയിരിക്കും. പർട്ടിക്കുലർ ട്രൂ ആണെങ്കിൽ യൂണിവേഴ്സലിൻ്റെ കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതായത് മുകളിൽ നിന്ന് താഴേട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. അതായത് യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പർട്ടിക്കുലർ ട്രൂ ആയിരിക്കും. ഇനി താഴെ നിന്ന് മുകളിലോട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ടുഗദറാണ്. അതായത് പർട്ടിക്കുലർ ഫാൾസ് ആണെങ്കിൽ യൂണിവേഴ്സലും ഫാൾസ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ബന്ധം. ഇത് വെച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. കോൺട്രഡിക്ടറിയിൽ ഒരെണ്ണം ട്രൂവും മറ്റേത് ഫാൾസും ആയിരിക്കും. കോൺട്രറിയിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ ഫാൾസ് ആകും. ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. ഇനി സബ് കോൺട്രറി വരുമ്പോൾ എന്താണ്, രണ്ടും തമ്മിൽ ട്രൂ ആകാനായിട്ടാണ് ചാൻസ്. സബ് ഓൾട്ടർനേഷനിൽ യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പർട്ടിക്കുലറും ട്രൂ ആയിരിക്കും. പർട്ടിക്കുലർ ഫോൾസ് ആണെങ്കിൽ യൂണിവേഴ്സലും ഫോൾസ് ആയിരിക്കും. സോ ഇതാണ് സബ് കോൺട്രറി എന്ന് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് പോയാൽ മതി. ഇതിൻ്റെ അത് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്ന സെക്ഷനാണ് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത്. ഇന്ത്യൻ ലോജിക്കിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓർത്തഡോക്സ് എന്നും അൺഓർത്തഡോക്സ് എന്നും. വേദാസിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓർത്തഡോക്സും അൺഓർത്തഡോക്സും ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് വേദാസിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഓർത്തഡോക്സ് അല്ലെങ്കിൽ അസ്തിക്കും, വേദാസിനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് അൺഓർത്തഡോക്സ് അല്ലെങ്കിൽ നാസ്തിക് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അൺഓർത്തഡോക്സിൽ വരുന്ന ബുദ്ധിസം, ജൈനിസം, ചർവാക എന്നീ 3 കാര്യങ്ങളാണ്. നമ്മൾ JCB എന്ന് ഓർത്താൽ മതി. അപ്പം J ഫോർ ജൈനിസം, C ഫോർ ചർവാക, B ഫോർ ബുദ്ധിസം, ബാക്കിയുള്ള എല്ലാം വരുന്ന ഓർത്തഡോക്സ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ന്യായ, സംഖ്യ, വൈശേഷിക, ഉത്തരമീമാംസ, പൂർവ്വമീമാംസ, യോഗ എന്നിവയാണ് ഓർത്തഡോക്സിൽ വരുന്നത്. ഇതിൻ്റെ അത് ന്യായയുടെ പ്രൊപ്പോണൻറ്റ് ഗൗതമയും, വൈശേഷികയുടെ കണാദമുനിയും, യോഗയുടെ പതാഞ്ജലിയും, സംഖ്യയുടെ കപിലയും, പൂർവ്വമീമാംസയുടെ ജമിനിയും, ഉത്തരമീമാംസയുടെ ശങ്കരയുമാണ്. ചർവാകയുടെ ചർവാക തന്നെയാണ്. ജൈനിസത്തിൻ്റെ അകത്ത് വർത്തമാന മഹാവീരയും, ബുദ്ധിസത്തിൻ്റെ അകത്ത് ഗൗതമ ബുദ്ധയുമാണ് പ്രൊപ്പോണൻസ് ആയിട്ട് വരുന്നത്. ചർവാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റ് തോട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ സ്കൂൾസ് ഓഫ് വ്യൂവിനാണ് നമ്മൾ ചർവാക എന്ന് പറയുന്നത്. ചർവാക പെർസെപ്ഷന് മാത്രമാണ് പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ പെർസെപ്ഷൻ നോളജിന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ന്യായ സ്കൂളിലോട്ട് വരുമ്പോൾ പെർസെപ്ഷനും ഇൻഫറൻസിനും കമ്പാരിസനും വെർബൽ ടെസ്റ്റിമോണിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ന്യായ സ്കൂളിനെ കണക്ക് തന്നെ വൈശേഷിക സ്കൂളും നോളജ്, പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ, വെർബൽ ടെസ്റ്റിമോണി ഇതിനെയൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കരുതപ്പെടുന്നത്. ന്യായ പെർസെപ്ഷനും ഇൻഫറൻസും കമ്പാരിസനും വെർബൽ ടെസ്റ്റിമോണിയാണ്. അതുപോലെ തന്നെയാണ് വൈശേഷികയും കരുതുന്നത്. എന്നാൽ ചർവാകയിൽ പെർസെപ്ഷൻ മാത്രമാണ് വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അവർ കരുതുന്നുള്ളൂ. പ്രമാണിയാണ് സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ഫാക്ടേഴ്സാണ് ഉള്ളത്. അതായത് നമുക്ക് ഏത് സബ്ജക്റ്റാണ് അറിയാവുന്നത് അതാണ് പ്രമത എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റ് ഓഫ് നോളജിനെയാണ് നമ്മൾ പ്രമേയം എന്ന് പറയുന്നത്. മീൻസ് ഓഫ് വാലിഡ് നോളജിനെയാണ് നമ്മൾ പ്രമാണ എന്ന് പറയുന്നത്. ഈ വാലിഡ് നോളജിൻ്റെ റിസൾട്ടൻറ്റിനെയാണ് നമ്മൾ പ്രമ എന്ന് പറയുന്നത്. സംഖ്യയും യോഗയും പെർസെപ്ഷനും ഇൻഫറൻസും ടെസ്റ്റിമണി മാത്രമാണ് വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കരുതുന്നുള്ളൂ. ബുദ്ധിസവും വൈശേഷികയും പെർസെപ്ഷനും ഇൻഫറൻസും മാത്രമാണ്. പെർസെപ്ഷൻ മാത്രമായിട്ടുള്ളത് ചർവാകയാണ്. മീമാംസയും എല്ലാ വാലിഡ് സോഴ്സ് ഓഫ് നോളജിനെയും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു, അതായത് പെർസെപ്ഷനും ഇൻഫറൻസും വെർബൽ ടെസ്റ്റിമണിയും എല്ലാം വന്നാൽ മാത്രമാണ് അവർ വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കരുതുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതായത് മീമാംസ എല്ലാ മെത്തേഡ്സും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പെർസെപ്ഷനും ഇൻഫറൻസും ടെസ്റ്റിമണിയും സംഖ്യയും യോഗയേ ഉള്ളൂ. പെർസെപ്ഷനും ഇൻഫറൻസും ബുദ്ധിസവും വൈശേഷികയുമാണ്. പെർസെപ്ഷൻ ചർവാകയാണ്. JYS അതായത് ജൈനിസം, യോഗയും സംഖ്യയും പാസ് അതായത് പെർസെപ്ഷനും അനുമാനയും ശബ്ദയും അംഗീകരിക്കുന്നുണ്ട്. BV അതായത് ബുദ്ധിസവും
VMN അതായത് വൈശേഷികയും മീമാംസയും ന്യായയും പെർസെപ്ഷനും ഇൻഫറൻസും വെർബൽ ടെസ്റ്റിമണിയും കമ്പാരിസണും യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. അതായത് ഏതൊക്കെ സ്കൂളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് വാലിഡ് സോഴ്സായിട്ട് കരുതുന്നത്, അത് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു പ്രമാണിക്ക ഫോർ മീൻസ് ഉള്ള പെർസെപ്ഷൻ ഇൻഫറൻസും കമ്പാരിസൺ ടെസ്റ്റിമണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് അനുമാനയാണ്. അതായത് ഇനി നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. ദ ഹിൽ ഹാസ് ഫയർ, അതായത് ഹില്ലിൽ ഫയർ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇനി നമ്മളത് തെളിയിച്ചെടുക്കുക, ഹില്ലിൽ ഫയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു നിഗമനത്തിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഹിൽ ഹാസ് ഫയർ എന്നുള്ളത് നമ്മുടെ ഒരു പ്രതിജ്ഞ മാത്രമാണ്. ഹിൽ ഫയർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞ മാത്രമാണ്. അപ്പം ആ പ്രതിജ്ഞയിൽ നിന്ന് നമ്മൾ ആ ഒരു നിഗമനം, അതായത് ശരിയാണ് നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്, അതായത് അവിടെ സ്മോക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഫയർ ഉണ്ടെന്ന് പറഞ്ഞത്. അത് ഹേതുവാണ്, അതിനാണ് നമ്മൾ ഹേതു എന്ന് പറയേണ്ടത്. ഇനി എവിടെ സ്മോക്ക് ഉണ്ടോ അവിടെ ഫയർ ഉണ്ട് എന്ന് നമ്മൾ, അതായത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യം, അതിനാണ് നമ്മൾ ഉദാഹരണം എന്ന് പറയേണ്ടത്. അതായത് സ്മോക്കിൽ ഹില്ല് കണ്ടെങ്കിൽ അത് ഫയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്, അതാണ് ഉപനയ. അതുകൊണ്ട് നമ്മൾ ഹില്ലിൽ ഫയർ ഉണ്ടെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതായത് ഹില്ലിൽ ഫയർ ഉണ്ടെന്നൊരു നിഗമനത്തിൽ നമ്മളിവിടെ എത്തിച്ചേരുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഹില്ലിൽ ഫയർ ഉണ്ട്, അത് നമ്മുടെ ഒരു പ്രതിജ്ഞയാണ്, ഹില്ലിൽ ഫയർ ഉണ്ടെന്നുള്ളത്. ഇനി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്മോക്ക് കണ്ടു, അതാണ് അതിൻ്റെ ഹേതു കാരണമാണ്. ഇനി എവിടെയൊക്കെ സ്മോക്ക് ഉണ്ട് അവിടെയൊക്കെ ഫയർ ഉണ്ട് എന്നുള്ളതൊരു ഉദാഹരണമാണ്, യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഹില്ലും സ്മോക്കും ഇൻവേരിയബിളി അസോസിയേറ്റ് ചെയ്താണ് പോകുന്നത്. ഹില്ല് സ്മോക്കും അല്ല, ഫയർ സ്മോക്കും. അതാണ് നമ്മൾ ഉപനയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൺക്ലൂഷനിൽ എത്തിച്ചേരുവാണ് ഹില്ലിൽ ഫയർ ഉണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഫറൻസ് അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഈ പ്രതിജ്ഞ, അതായത് ഹിൽ ഹാസ് ഫയർ എന്നുള്ളതാണ് പ്രതിജ്ഞ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് എന്ന് പറയുന്നതാണ് ഹേതു, അതായത് റീസൺ. അതായത് നമ്മൾ ഈ ഫയറിൽ അല്ലെങ്കിൽ ഹില്ലിൽ ഫയർ കണ്ടു എന്നുള്ളതിൻ്റെ കാരണം അവിടെ സ്മോക്ക് കണ്ടതാണ്. സോ ഈ സ്മോക്ക് കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ഹേതുവായിട്ട് വരുന്നത്. ഇനി വരുന്നതാണ് ഉദാഹരണം. മൂന്നാമത്തേതാണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അതായത് യൂണിവേഴ്സലി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്, എവിടെ സ്മോക്ക് ഉണ്ടോ അവിടെ ഫയർ കാണും എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. സോ അതാണ് ഉദാഹരണയിൽ വരുന്നത്. ഇനി നാലാമത് വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷനാണ്. അതായത് ഈ യൂണിവേഴ്സൽ കോൺകമിറ്റൻസിൻ്റെ ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. അതായത് ഹില്ലിലെ സ്മോക്കും ഫയറും അസോസിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നൊരു ആപ്ലിക്കേഷനിൽ എത്തുവാണ്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നതാണ് നിഗമനം. നമ്മുടെ നിഗമനം എന്താ? ഹില്ലിൽ ഫയർ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ നിഗമനം എന്ന് പറയണേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഫറൻസിൽ അല്ലെങ്കിൽ ഇതാണ് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയണേ. അപ്പോൾ ഈ 5 കാര്യങ്ങളെയും കൂടെ കൂട്ടിയാണ് നമ്മൾ അവയവാസ് എന്ന് പറയുന്നത്. ഇനി ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലിയൻ സിലോജിസമാണ്. അതായത് അരിസ്റ്റോട്ടിലിയൻ സിലോജിസം എന്ന് പറഞ്ഞാൽ അത് ഡിഡക്റ്റീവ് ഫോർമലുമാണ്, അതുപോലെ തന്നെ വെർബലിസ്റ്റിക്കുമാണ്. അരിസ്റ്റോട്ടിലിയൻ സിലോജിസോ ന്യായ സിലോജിസോ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് 2ലും 3 ടേംസാണുള്ളത്. അതായത് മേജർ, മൈനർ, മിഡിൽ എന്ന് പറയുന്ന 3 ടേംസാണുള്ളത്. അതായത് ഈ മേജർ എന്ന് പറയുന്നതാണ് സാധ്യ എന്ന് പറയുന്നത്, മൈനർ എന്ന് പറയുന്നതാണ് പക്ഷ എന്ന് പറയുന്നത്, മിഡിൽ എന്ന് പറയുന്നതാണ് ലിംഗ എന്ന് പറയുന്നത്. സോ ഈ 2 കാര്യത്തിൻ്റെ അകത്ത് ഈ 3 ടേംസാണുള്ളത്. പക്ഷേ എങ്കിൽ ന്യായ സിലോജിസത്തിൻ്റെ അകത്ത് 5 പ്രൊപ്പോസിഷനും അരിസ്റ്റോട്ടിലിയൻ സിലോജിസത്തിൻ്റെ അകത്ത് 3 പ്രൊപ്പോസിഷനുമാണ് ഉള്ളത്. ന്യായം ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവുമാണ്, അതുപോലെ തന്നെ ഫോർമലും മെറ്റീരിയലുമാണ്. നമ്മൾ പറഞ്ഞ പ്രതിജ്ഞ, ഹേതു, ഉദ്ധാരണ, ഉപനയ, നിഗമന എന്നിവയാണ് ന്യായ ലോജിക്സിൽ വരുന്ന 5 പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് അരിസ്റ്റോട്ടിൽ സിലോജിസത്തിനകത്ത് ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, സോക്രട്ടീസ് ഈസ് എ മോർട്ടൽ എന്ന് പറഞ്ഞൊരു ഇതെടുക്കുമല്ലോ, അതാണ് ഈ അരിസ്റ്റോട്ടിൽ സിലോജിസം എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫാലസിയാണ്. ലോജിക്കൽ റീസണിങ്ങിലെ ലാസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫാലസിയാണ്. ഫാലസിയിൽ അപ്പീൽ ടു ഇഗ്നോറൻസ്, സ്ലിപ്പറി സ്ലോപ്പ്, അപ്പീൽ ടു ഇമോഷൻ, റെഡ് ഹെയറിംഗ്, സ്ട്രോമാൻ ഫാലസി, ഫോൾസ് ഡിലിമ ഫാലസി എന്നിവയാണ് മെയിനായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഫാലസി എന്ന് പറയുന്നത്. അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ, അതായത് നമ്മുടെ കൺക്ലൂഷൻ ട്രൂ ആണെന്ന് നമ്മൾ പറയുകയാണ്. അതായത് ഈ ഫാലസി ഒക്കൂർ ചെയ്യുന്നത് നമ്മൾ പറയുകയാണ് നമ്മുടെ കൺക്ലൂഷൻ ട്രൂ ആണെന്നുള്ളത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ ഫാൾസ് ആണെന്ന് തെളിയിക്കാനുള്ള യാതൊരു എവിഡൻസും ആരുടെയും കയ്യിലില്ല. സോ അതുകൊണ്ട് നമ്മൾ പറയുവാണ് നമ്മുടെ കൺക്ലൂഷൻ ട്രൂ ആണെന്നുള്ളത്. ഇപ്പം നമ്മൾ പറയുകയാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അത് കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. സോ അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പറയുവാണ് യൂണിക്കോൺ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്തില്ല എന്ന് കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. സോ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ കയ്യിൽ അത് തെളിയിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പ്രൂഫ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല. സോ അതുകൊണ്ട് നമ്മളത് ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ട്രൂ ആണെന്ന് നമ്മൾ പറയുന്നു, വിശ്വസിക്കുകയല്ല പറയുന്നു. അപ്പോൾ അതാണ് ഈ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി ഒക്കൂർ ചെയ്യുന്നത്, അതായത് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ ട്രിഗർ ചെയ്തിട്ട് ഒത്തിരി ഇവൻറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുവാണ് നാളത്തെ പരീക്ഷ നീ പാസ്സായില്ലെങ്കിൽ നിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞു പോകും, അത് നിൻ്റെ ഫൈനൽ റിസൾട്ടിനെ ബാധിക്കും, അങ്ങനെ നിനക്ക് നല്ലൊരു കോളേജിലുള്ള അഡ്മിഷൻ വരെയും നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സോ അതാണ് ഈ സ്ലിപ്പറി സ്ലോപ്പ് ഫാലസിയുടെ എക്സാമ്പിൾ. അപ്പീൽ ടു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ട്സും ലോജിക്കും അല്ല, പകരം നമ്മുടെ ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കൂർ ചെയ്യുന്നതാണ് ഈ അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എവിഡൻസിനൊന്നുമല്ല പ്രാധാന്യം, നമ്മുടെ ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ചില പരസ്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് എൻഡിങ്സ് ഉണ്ട്, അതായത് പെട്ടെന്ന് തീർന്നു പോകും, വിലക്കഴിവുണ്ട്, പെട്ടെന്ന് തീർന്നു പോകും, 2 ദിവസത്തിനുള്ളിൽ തീർന്നു പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അയ്യോ പെട്ടെന്ന് തീർന്നു പോകും, നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകും, നല്ല ഓഫറാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസിനെ യൂസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ആ മെയിൻ ഇഷ്യൂവിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചുകൊണ്ട് ആ മെയിൻ ഇഷ്യൂവിൽ നിന്ന് ഒരാളെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അറ്റൻഷൻ ഇവിടെ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ്, പക്ഷെ അവൻ ഇത് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ, പപ്പ നോക്കൂ, പപ്പയുടെ ഷർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ പപ്പയ്ക്ക് എത്ര സാലറി കിട്ടുമോ, ഇത്രയും സാലറി ഉണ്ടോ, പപ്പ ഭയങ്കര ഗ്രേറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രസ് കാർഡ് ഒഴിവാക്കി എടുക്കുകയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പ്രോഗ്രസ് കാർഡിലെ മാർക്ക് കുറഞ്ഞത് നമ്മൾ മാറ്റി വേറെ കാര്യങ്ങളിലോട്ട്, അതൊരു ഇഷ്യൂ ആക്കാണ്ട് വേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് വഴിതെറ്റിക്കാറുണ്ട്. അതാണ് ഈ റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുന്നത്. സ്ട്രോമാൻ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സൻ്റെ ഒക്കെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള പൊസിഷനെ നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് വേറൊരു വേർഷൻ അല്ലെങ്കിൽ പൊസിഷനെയൊക്കെ നമ്മൾ മിസ്റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിനെ റിഫ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ആർഗ്യുമെൻ്റ് എടുക്കിടുന്നത് ഒക്കെയാണ്. അതായത് അറ്റാക്കിങ് എ സ്ട്രോമാൻ ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സ്ട്രോമാൻ ഫാലസിയിൽ നമ്മളൊരു പേഴ്സൻ്റെ ആക്ച്വൽ പൊസിഷനെയോ ആർഗ്യുമെൻറ്റിനെയോ ഡിസ്റ്റോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിസ്പ്രസൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലെങ്കിൽ പൊസിഷനെ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് ദ സ്കൂൾ ലഞ്ച് ബഡ്ജറ്റ് മസ്റ്റ് ബി എക്സാമിൻഡ് ടു കട്ട് ഔട്ട് വേസ്റ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ വേറൊരാൾ പറയുകയാണ് ദിസ് ഗൈ വാണ്ട്സ് ടു സ്റ്റാർവ് അവർ ചിൽഡ്രൻ. അതായത് ഒരാൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യത്തെ നമ്മൾ അവിടെ വേറൊരു രീതിയിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ അയാൾ ചിന്തിച്ചതായിരിക്കില്ല, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതായിരിക്കില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പറഞ്ഞ് അയാളെ ഒരു ഡീഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യൂല. അതാണ് ഈ സ്ട്രോമാൻ ഫാലസിയിൽ വരുന്നത്.
ഫാൾസ് ഡിലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാൾസിലി അസ്യൂം ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഈ ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാറ് കഴുകിയതാണെങ്കിൽ അപ്പം മഴ പെയ്തിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ചുമ്മാ രസകരമായിട്ടും ഒക്കെ പറയാറുണ്ടല്ലോ. അതാണ് ഈ ഫാൾസ് ഡിലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോജിക്കൽ റീസണിങ്ങിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മൾ അത്യാവശ്യം ലോജിക്കൽ റീസണിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ICT ആണ്. ICTയിൽ വരുന്ന ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലേണിംഗ്. അതിപ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന, അതായത് ഇലക്ട്രോണിക് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ലേണിങ്ങിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിങ്ങുള്ള മൾട്ടിപ്പിൾ അപ്രോച്ചസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഫേസ് ടു ഫേസ് ലേണിങ്, സെൽഫ് ബേസ്ഡ് ലേണിങ്, ഓൺലൈൻ ക്ലാസ് റൂം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അവരുടെ ഹോമിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഒക്കെ ഇരിക്കുമായിരിക്കും. അതിനുശേഷം അവർ ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് ഇമെയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുക. അതിൻ്റെ അത് ഇലക്ട്രോണിക് ഫോറംസോ വീഡിയോ കോൺഫറൻസിങ്ങോ ചാറ്റ് റൂംസോ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങോ അങ്ങനെ ഏത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചറും സ്റ്റുഡൻറ്റും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കുന്നതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഹയർ എഡ്യൂക്കേഷനിലെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ആണ്. ആദ്യത്തേതാണ് NMEICT, അതായത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതായത് ഹയർ എഡ്യൂക്കേഷനുള്ള എല്ലാ ലേണേഴ്സിനും എനി ടൈം എനി വെയറിൽ നിന്ന് ആക്സസ് ചെയ്തുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് തുടങ്ങിയ സ്കീമാണ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് NPTEL എന്ന് പറയുന്നത്. ഇത് 7 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് ബോംബെ, ഡൽഹി, കാൺപൂർ, കാരഗ്പൂർ, മദ്രാസ്, ഗുവാഹട്ടി, റൂർക്കെ എന്നീ 7 അവരുടെ എല്ലാവരും കൂടെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഇത് വരുന്നത്. അതിൻ്റെ കൂടെ സയൻസ് ബാംഗ്ലൂരും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിങ്ങിന്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വയംപ്രഭയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കോൺസെപ്റ്റുകളാണ്. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ അക്കാഡമിക് ഡിസ്പോസിറ്ററി NAD എന്ന് പറയുന്നത്. ഇത് MHRDയുടെ തന്നെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഡിജിറ്റൽ ഇഷ്യൂവൻസ്, സ്റ്റോറേജ്, ആക്സസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് അക്കാഡമിക് അവാർഡ്സ് ഇഷ്യൂഡ് ബൈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് നാഷണൽ അക്കാഡമിക് ഡിസ്പോസിറ്ററി NADൻ്റെ ചുമതല എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ തരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ദ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ FOSSEE എന്ന് പറയുന്നത്. ഇത് IIT ബോംബെ സാങ്ഷൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്ത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ യൂസേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ, അതായത് സ്പോക്കൺ ട്യൂട്ടോറിയൽസ്, ഡോക്യുമെൻറ്റ്സ്, അതായത് ടെക്സ്റ്റ് ബുക്ക്, കമ്പാനിയൻസ്, അവയർനെസ് പ്രോഗ്രാംസ് എന്നിവയെല്ലാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വിദ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഇൻഫ്ലിപ്നെറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് നമുക്ക് നല്ല പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ, ഫാക്കൾട്ടീസിൻ്റെ, അതുപോലെ തന്നെ റിസർച്ച് സയൻറ്റിസ്റ്റിൻ്റെ ഒക്കെ പ്രൊഫൈലും ഒക്കെ ലഭിക്കുന്ന ഒരു ഇതാണ്, ഈ ഒരു പ്രോഗ്രാമാണ് ഈ വിദ്വാൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്, അവരുടെ പ്രൊഫൈല്, പിന്നെ അതുപോലെ തന്നെ അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് അതിലൂടെ നമുക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. NKN എന്ന് പറഞ്ഞാൽ നാഷണൽ നോളജ് നെറ്റ്വർക്ക് ആൻഡ് കണക്റ്റഡ് ഡിജിറ്റൽ എന്നുള്ളതാണ്. ഡിജിറ്റൽ ക്യാമ്പസ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് വീഡിയോ കോൺഫറൻസ് ക്ലാസ് റൂംസ്, വയർലെസ് ഹോട്ട്സ്പോട്ട്സ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, അപ്പോൾ പ്രൊഫഷണൽ അതുപോലെ തന്നെ സയൻസ് കോഴ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്റ്റൽസിലൊക്കെ വൈഫൈ കണക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ നോളജ് നെറ്റ്വർക്കിൻ്റെ കീഴിൽ വരുന്നത്.
CEC എന്ന് പറഞ്ഞാൽ കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇത് 87 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ 77 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് പബ്ലിഷ് ചെയ്യാനുള്ള പ്രപ്പോസലും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടൻറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മെമ്മറിയാണ്. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് ഇൻഫർമേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്ന് പറയുന്ന റാമാണ്, അതായത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതിനെയാണ് നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇത് വോൾട്ടൈൽ മെമ്മറിയാണ്, അതായത് ടെമ്പററി മെമ്മറിയാണ്. ഇത് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം നമുക്ക് ക്വിക്ക്ലി ഡയറക്റ്റ്ലി ഇത് അക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. റാമിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതൊരു പെർമനൻറ്റ് മെമ്മറിയാണ്, അതായത് നോൺ വോൾട്ടൈൽ മെമ്മറിയാണ്. നമുക്കിത് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ആയിട്ട് സാധിക്കത്തില്ല. അതായത് നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് റോം എന്ന് പറയുന്നത്. അപ്പോൾ റാമും റോമും, റാൻ എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് വരുന്നതാണ് പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും എന്ന് പറയുന്നത്. പ്രൈമറി സ്റ്റോറേജിൻ്റെ അകത്താണ് നമ്മുടെ റാമും റോമും ഒക്കെ വരുന്നത്. ഇത് ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആണ്. അതായത് നമ്മളൊരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ മെമ്മറി കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഇറീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ടൈം മെമ്മറിയാണ് ഈ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി സ്റ്റോറേജ് ആണ്. ഇത് സ്ലോവസ്റ്റ് അതുപോലെ തന്നെ ചീപ്പസ്റ്റ് ഫോം ഓഫ് മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ആണ് ഈ മാഗ്നറ്റിക് ഡിസ്ക്, ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, CD റോംസ്, മാഗ്നറ്റിക് ടേപ്സ് എന്നിവയെല്ലാം. പ്രൈമറി മെമ്മറി എന്നൊരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. CPU നേരിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഡേറ്റ വളരെ വേഗത്തിൽ അയക്കാനും സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ വിവരങ്ങൾ സ്ഥിരമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത്. പ്രൈമറി മെമ്മറിക്ക് വേഗം കുറവാണ്, എന്നാൽ സംഭരണശേഷി കൂടുതലുമാണ്. ഇനി വിവിധ തരം നെറ്റ്വർക്കുകളുണ്ട്. ആ നെറ്റ്വർക്കുകളാണ് LAN, WAN, MAN, PAN എന്നൊക്കെ പറയുന്നത്. LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനാണ് നമ്മൾ LAN എന്ന് പറയുന്നത്. അതായത് ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് മുറിയിലുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലായിരിക്കും LANൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നഗരത്തിലെ അല്ലെങ്കിൽ കുറച്ച് മേഖലയിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ഈ MAN എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വൃത്തപരിധി എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. LANനെയും സ്വകാര്യ കമ്പ്യൂട്ടറുകളെയൊക്കെ ബന്ധിപ്പിച്ചാണ് ഈ MAN പോകുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് WAN എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 100 കിലോമീറ്ററിൻ്റെ പരിധിക്ക് അപ്പുറം പ്രവർത്തിച്ച് കിടക്കുന്നതിനെയാണ് നമ്മൾ WAN എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാനായിട്ട് നമ്മൾ കരുതുന്നത് ഇൻ്റർനെറ്റിലാണ്. അതായത് വളരെ വേഗത്തിലും കൃത്യതയോടും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വിവരങ്ങൾ കൈമാറാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാനാണ്. പിന്നെ വരുന്നതാണ് പാൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ കൈവശമുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആശയവിനിമയത്തിനാണ് നമ്മൾ പാൻ എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ പരിധിയിലുള്ള ആ ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ പാൻ എന്ന് പറയുന്നത്. ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പാനിന് ഒരു എക്സാമ്പിളാണ്. അതായത് നെറ്റ്വർക്ക് ടോപ്പോളജി, അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് നമ്മളൊരു നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടോപ്പോളജി എന്ന് പറയുന്നത്. ബസ് ടോപ്പോളജി ഉണ്ട്. ഇവിടെ ബസ്സിലേക്കാണ് ഓരോ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റിംഗ് ടോപ്പോളജി. അതായത് ഈ നോഡുകളുടെ കേബിളിൻ്റെ സഹായത്താൽ വൃത്താകൃതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. സ്റ്റാർ ടോപ്പോളജിയിൽ ഓരോ നോഡും നേരിട്ടൊരു സ്വിച്ചിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉപകരണങ്ങൾക്കാണ് നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. മൗസ്, ട്രാക്ക് ബോൾ, ജോയ്സ്റ്റിക്ക്, ഡിജിറ്റലൈസർ ടാബ്ലറ്റ്,
ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ട്രാക്ക് ബോൾ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഡിജിറ്റൈസർ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഡേറ്റയുടെ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ, അതായത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ, ഹെഡ്ഫോൺ എന്നിവയെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ടെലിഫോൺ ശൃംഖലയിലൂടെ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരവിനിമയം സാധ്യമാക്കുന്നതിനുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. അതായത് അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കിയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയും രൂപഭേദം വരുന്ന ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് നമ്മൾ ഹബ് എന്ന് പറയുന്നത്. ഒരു വയേർഡ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് നമ്മൾ ഹബ് എന്ന് പറയുന്നത്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. അതായത് ഒരു ക്ലയൻറ്റിൽ നിന്നുള്ള അഭ്യർത്ഥന കൈമാറ്റം ചെയ്യാനും സെർവറിൽ നിന്ന് പ്രതികരണങ്ങൾ സ്വീകരിക്കാനുമുള്ള അംഗീകൃത പെരുമാറ്റച്ചട്ടത്തിനാണ് നമ്മൾ HTTP എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റ് വഴിയുള്ള സുരക്ഷിതമായ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്ന പ്രോട്ടോകോളിനാണ് നമ്മൾ HTTP എന്ന് പറയുന്നത്. നെറ്റ്വർക്കിലെ ഓരോ നോഡിനും നൽകിയിരിക്കുന്ന 4 ഭാഗങ്ങളുള്ള നമ്പറാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് നൽകുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചാണ്. ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്. അതായത് ഫയൽ ട്രാൻസ്ഫറിന് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിനാണ് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഫയൽസ് കൈമാറാനായിട്ട് ഒരു നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരു ഫയൽ കൈമാറാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് FTP എന്ന് പറയുന്നത്. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതായത് സെൻഡിങ് ഇമെയിൽ മെസ്സേജ് ആണത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതായത് വെബ് പേജ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതായത് ഇൻ്റർനെറ്റിലെ യൂണീക്ക് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ അഡ്രസ്സിനാണ് നമ്മൾ URL എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിലെ റിസോഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഐഡൻറ്റിഫയർ ആണ് ഈ URL എന്ന് പറയുന്നത്. www എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നാണ് അതിൻ്റെ അർത്ഥം. ടീം ബെർണേഴ്സ്-ലീ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന പരസ്പരം കൂട്ടിയിണക്കിയ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളുടെ സംവിധാനമാണ് www എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉപാധിയാണ് ഈ www എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതായത് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി തയ്യാറാക്കുന്ന വെബ് പേജുകൾക്കാണ് നമ്മൾ www എന്ന് പറയുന്നത്. URLൻ്റെ ഉപജ്ഞാതാവ് ടീം ബെർണേഴ്സ്-ലീ തന്നെയാണ്. സ്പാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അൺസോളിസിറ്റഡ് മെസ്സേജസ് ലാർജ് ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻസിന് സെൻഡ് ചെയ്യുന്നതിനാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റീവ് ഡേറ്റാസ്, അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ്, അതുപോലെ തന്നെ പിൻ നമ്പേഴ്സ് എന്നിവയൊക്കെ കിട്ടാനായിട്ട് നമ്മളെ കബളിപ്പിക്കുക അല്ലെങ്കിൽ എന്നിവ കിട്ടാനായിട്ട് നമ്മളെ കബളിപ്പിച്ച് ചെയ്യുന്നതിനാണ്. കബളിപ്പിച്ച മെസ്സേജൊക്കെ അയക്കുമല്ലോ, അതായത് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ATM നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ സെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമല്ലോ. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനാണ്. യൂട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് മിനറൽസ്, അതായത് വാട്ടർ ബോഡീസിൽ നല്ല ക്വാണ്ടിറ്റി ഓഫ് മിനറൽസ് ഉണ്ടാകുന്നതിനാണ് യൂട്രോപ്പിക് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പം നമ്മുടെ വെള്ളത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒപ്റ്റിമം ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതിനാണ് യൂട്രോപ്പിക് എന്ന് പറയുന്നത്. ഒലിഗോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് ഗ്രോത്തിന് ഡെഫിഷ്യൻസി വരും. ഡയസ്ട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോഡീസ് അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ വരുമല്ലോ, അതിനാണ് ഈ ബോക്സ്, മാർഷി ലേക്സ് അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്ററുള്ള വാട്ടർ ബോഡീസിനാണ് നമ്മൾ ഡിസ്ട്രോഫിക് എന്ന് പറയുന്നത്.
യൂട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല ഹൈ ക്വാണ്ടിറ്റി മിനറൽസ് ഉള്ള വാട്ടർ ബോഡിക്ക് യൂട്രോപ്പിക്, ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് ഒലിഗോട്രോപ്പിക്. ഇനി അതിൻ്റെ അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ആണെങ്കിൽ ഡയസ്ട്രോപ്പിക് എന്നും പറയുന്നു. അറ്റ്മോസ്ഫിയർ, അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത്. നൈട്രജനും ഓക്സിജനും ഒക്കെ 99% ഓഫ് ദ ഗ്യാസും ഇതിൻ്റെ അകത്തുണ്ട്. അറ്റ്മോസ്ഫിയറിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് ഉണ്ട്. ഒന്നാമത്തേതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയണത്. ഒരു 4/5 ഓഫ് ദ എർത്തും ഈ ട്രോപ്പോസ്ഫിയർ ആണ്. അത് ഹൈറ്റ് 80 കിലോമീറ്റർ അറ്റ് ഇക്വേറ്റർ ആണ്. ഈ വെതർ ഡെവലപ്മെൻ്റ് ഒക്കെ ഒക്കൂർ ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ജെറ്റ് സ്ട്രീംസും ഒക്കൂർ ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നതും ഈ ട്രോപ്പോസ്ഫിയർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഓസോൺ കാണുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതായത് ഹാംഫുൾ ആയിട്ടുള്ള UV റേസിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നെക്സ്റ്റ് വരുന്നത് മീസോസ്ഫിയർ ആണ്. അവിടെ നല്ല കോൾഡസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഫിനോമിന ഒക്കുർ ചെയ്യുന്ന മീസോസ്ഫിയറിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഔട്ടർ സ്പേസിനാണ് നമ്മൾ അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസ്, അയോൺസ്, റിഫ്ലക്റ്റിംഗ് റേഡിയോ വേവ്സ് എല്ലാം ഇവിടെയാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 1000 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1500 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. തിക്കസ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. അതുപോലെ തന്നെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നിവയെല്ലാം കാണപ്പെടുന്നത് ഈ തെർമോസ്ഫിയറിലാണ്. എക്സോസ്ഫിയറിലാണ് സോളാർ സ്റ്റോംസ് ഒക്കെ കാണപ്പെടുന്നത്. ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എല്ലാം അവിടെ പ്രസൻ്റ് ആണ്. ഈ എക്സോസ്ഫിയറിലാണ് വെതർ സാറ്റലൈറ്റ് ഓർബിറ്റ് ഒക്കെ കാണപ്പെടുന്നത് എക്സോസ്ഫിയറിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് 8 ഗോൾസ് ആണ്. അത് 191 UN മെമ്പർ സ്റ്റേറ്റ്സ് അംഗീകരിച്ചതാണ്. ഇത് 2015 അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പോവർട്ടി, ഹങ്കർ, ഡിസീസ്, ഇലിട്രസി, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ എന്നിവയെല്ലാം കോമ്പാറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. റെഡ്യൂസ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി education, promote gender equality and empower women, reduce child mortality, improve maternal health, combat HIV, AIDS, malaria and other disease, ensure environmental sustainability എന്നിവയാണ് ഈ ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അപ്രോച്ച് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് പ്രസൻറ്റിലെ നീഡ്സ് മീറ്റ് ചെയ്യുക, പക്ഷേങ്കിൽ ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സ് കോംപ്രമൈസ് ചെയ്യാണ്ട്, അതായത് നമ്മൾ ഇന്നത്തെ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളത് നമ്മൾ ദൂർത്തടിക്ക് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ളത് നമ്മൾ മാറ്റിവെക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരുന്നത്. എക്കണോമിയുടെ, എൻവയോൺമെൻറ്റിൻ്റെ, സോഷ്യൽ വെൽബീയിങ്ങിൻ്റെ ഒക്കെ നീഡ്സ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇതിൻ്റെ അടുത്ത് സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആ ഒരു ഇതിനാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. 1992 റിയോയിൽ നടന്ന എർത്ത് സബ്മിറ്റിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു അജണ്ട പ്ലേസ് ചെയ്തത്. 2015 യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 2030 ആണ് ഇതിൻ്റെ 30 അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗോൾസ് എന്ന് പറഞ്ഞു ഗ്ലോബൽ ചലഞ്ചസ്, അതായത് പോവർട്ടി, ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നിവയൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് ഉള്ളത്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. അതിനെ ലോസ് ആഞ്ചലസ് സ്മോഗ് എന്നും പറയുന്നു. അതായത് നൈട്രജൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുമ്പോൾ, അതായത് വെഹിക്കുലർ എക്സ്ഹോസ്റ്റിൻ്റെ ഫലമായിട്ട് നൈട്രജൻ ഓക്സൈഡ്
നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സ്മോഗ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഓസോൺ, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, പാൻ എന്നിവയുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. സൺലൈറ്റും ഇതിന് വേണം. അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഓസോണ്, അതുപോലെ തന്നെ വെഹിക്കുലർ എക്സ്ഹോസ്റ്റിൽ നിന്ന് വരുന്ന ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ഹൈഡ്രോ കാർബണും പാനും കൂടെ കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. വാമായിട്ടുള്ള സണ്ണി ഡേയ്സിലാണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അകത്തൊരു ബ്രൗൺ ആയിട്ടുള്ള ഹേസി ഫ്യൂംസ് ഉണ്ട്. ഇത് നമ്മുടെ ലങ്സിനും ഐസിനും ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ലൈഫിനും ഇത് വളരെയധികം പ്രശ്നമാണ്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു മേജറായിട്ടുള്ള ഒരു എയർ പൊല്യൂഷൻ സംഭവിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് ഈസിലി വേപ്പറൈസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഗ്യാസോലിൻ, ബെൻസിൻ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സ്മോഗ് ഫോർമേഷനാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന്, അതായത് ഒരു വാട്ടർ പൊല്യൂഷൻ്റെ ഒരു റിലേറ്റ് ചെയ്താണ് ബയോ മാഗ്നിഫിക്കേഷൻ വരുന്നത്. അതായത് നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ വാട്ടർ ബോഡീസിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് പ്രൊഡ്യൂസേഴ്സ് വഴി പ്രൈമറി കൺസ്യൂമറിലെത്തി സെക്കൻഡറി കൺസ്യൂമറിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് ചെയിനിൽ നിന്ന്, അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമറിൽ എത്തുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ DDT ആണ് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇത് പ്ലാങ്ക്ടോൺസ് അത് ഈറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്മോൾ ഫിഷ് അതിനെ ഈറ്റ് ചെയ്യുന്നു. സ്മോൾ ഫിഷിനെ ബിഗ് ഫിഷ് ഈറ്റ് ചെയ്യുന്നു. ഈ ബിഗ് ഫിഷിനെ ബേർഡ്സ് ഒക്കെ ഈറ്റ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ DDTയുടെ ഈ ഒരു എഫക്റ്റ് ബേർഡ്സിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവരുടെ എഗ്സ് ഒക്കെ തിന്നാകുന്നു. അതുപോലെ തന്നെ പ്രീമച്ചുവർ ഡെത്തൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചറിൽ നിന്നൊക്കെ വരുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് വാട്ടർ ബോഡിയിൽ എത്തുകയും വാട്ടർ ബോഡിയുടെ ന്യൂട്രീഷൻ്റെ ആ ഒരു കണ്ടൻറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ആൽഗയുടെ ഒക്കെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതായത് ആൽഗൽ ബ്ലൂം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് സ്മോൾ ഫിഷിൻ്റെയും ഓർഗാനിസത്തിൻ്റെയും ഒക്കെ ഡെത്തിലോട്ട് പിന്നീട് നയിക്കും. ഇതിനാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഹരിതഗ്രഹവാതകങ്ങളിലൂടെ ഭൂമിയുടെ ശരാശരി അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻക്രീസിനാണ് നമ്മൾ ആഗോളതാപന അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഹിമാലയത്തിലെയൊക്കെ മഞ്ഞുമലകൾ, അതുപോലെ തന്നെ ഈ പോളാർ റീജിയൻസിലൊക്കെ മഞ്ഞൊക്കെ വേഗത്തിൽ ഉരുകുന്നത് ഈ ആഗോളതാപന, ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. NAPCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനാണ്. NAPCCയുടെ കീഴിൽ 8 നാഷണൽ മിഷനാണുള്ളത്. നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയാണ് ഇതിൻ്റെ 8 നാഷണൽ മിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ന്യൂ ടെക്നോളജീസ് ഉപയോഗിക്കുക. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ലോക്കൽ ഗവൺമെൻറ്റ്സിനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ക്ലൈമറ്റ് ചേഞ്ച്, അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ, എനർജി എഫിഷ്യൻസി, നാച്ചുറൽ റിസോഴ്സ് കൺസർവേഷൻ എന്നിവയെ പറ്റിയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. നാഷണൽ ഗ്രോത്തുമായിട്ട് ലിങ്ക് ചെയ്യുക. എഫിഷ്യൻ്റായിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് സൈറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ, അപ്രോച്ച് ഫോർ റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് വിച്ച് ആർ സ്പെഷ്യലി അണ്ടർ UNFCCC എന്നിവയൊക്കെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് അതിന് ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്ലാനാണ് ഈ NAPCC എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് NAPCC എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നതിനായി നിലവിൽ വന്ന പ്രോട്ടോക്കോളാണിത്. ഇത് 1987 സെപ്റ്റംബറിലാണ് അംഗീകരിച്ചത്. എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേ ഒരു UN ഉടമ്പടി എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോളാണ്.
2005 ഫെബ്രുവരി 16 ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത്. ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 6 പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഉണ്ടായിരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ് ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്നിവയായിരുന്നു അവ. ക്യോട്ടോ പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ട 2 വാക്കുകളാണ്. ഒന്ന് കാർബൺ ഫുട് പ്രിൻസും അതുപോലെ തന്നെ കാർബൺ ക്രെഡിറ്റും എന്ന് പറയുന്നത്. കോള്, നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് ഉപയോഗിക്കുന്ന ഓയിൽ, ഹീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, CO2 റിലീസൊക്കെ അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഡെയിലി വരുന്ന ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷനൊക്കെ ഒരു കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 കാർബൺ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 1 ടൺ ഓഫ് CO2 ഓർ ഇക്വിവലൻറ്റ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. അതായത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു 1 കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മണി ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഫോമർ പ്രസിഡൻറ്റും കൂടിയാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ നടത്തിയത്. അത് 2016 ജനുവരിയിലായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സബ്മിറ്റ് നടന്ന് ന്യൂഡൽഹിയിലായിരുന്നു. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISAയിൽ 121 രാജ്യങ്ങളാണുള്ളത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള രാജ്യങ്ങളാണ് ഈ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ വരുന്നത്. അതായത് സണ്ണിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ ഈ ഒരു രാജ്യങ്ങളിൽ സോളാർ എനർജിയുടെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1 TW സോളാർ എനർജി ബൈ 2030 ആകുമ്പോഴേക്കും 1 TW സോളാർ എനർജി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ എനർജി, സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ്, ക്ലീൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, ക്ലീൻ ക്ലൈമറ്റ് എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോളാർ എനർജിയുടെ പ്രൊമോഷന് ഉള്ള ആ ഒരു ഒബ്സ്റ്റാക്കിൾസിനൊക്കെ ഓവർകം ചെയ്യുക. നമ്മൾ സോളാർ എനർജിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റും യൂസും പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി എനർജി സെക്യൂരിറ്റീസ് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസിനെയും ഈ ഒരു സോളാർ എനർജിയുടെ പ്രൊഡക്ഷനും കൺസപ്ഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും ചൂടാക്കുന്നതിനാൽ നാച്ചുറലി സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണിത്. അതായത് ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്ന ഈ താപകിരണങ്ങൾ തിരികെ ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ മുതലായ വാതകങ്ങളെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന വാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ അന്തരീക്ഷത്തിലെ ഈ ഹരിതഗ്രഹ പ്രവാഹം ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പക്ഷേ ഹരിതഗ്രഹ വാതകങ്ങൾ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ ശരാശരി അന്തരീക്ഷ താപനിലയിൽ വർധന ഉണ്ടാകുന്നത് വഴി സംഭവിക്കുന്നതാണ്. അതായത് ഹരിതഗ്രഹ വാതകങ്ങളിലൂടെ നമ്മുടെ താപനില വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ആഗോള താപനം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഓസോൺ ഡിപ്ലഷൻ, അതായത് നമ്മുടെ ഓസോണിൽ വിള്ളൽ വീഴുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ടാണ്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒന്ന് വേദിക്കും ബുദ്ധിസ്റ്റ്. അതായത് വേദിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
ആദ്യം നമ്മൾ നോക്കുന്ന വേദിക് എഡ്യൂക്കേഷനാണ്. വേദിക് പീരീഡ്, അതായത് ഏർലി വേദിക് പീരീഡ് എന്ന് പറഞ്ഞാൽ BC 2000 തൊട്ട് BC 1000 വരെയും ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറഞ്ഞാൽ BC 1000 തൊട്ട് BC 600 വരെയാണ്. അപ്പോൾ വേദിക് എഡ്യൂക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനാണ്. എല്ലാ സെക്ടറിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കുന്നു. ഉപനയന എന്നാണ് ഇനീഷ്യേഷൻ ടു എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ തുടങ്ങുന്ന ആ ഒരു സെറിമണിക്ക് പറയുന്ന ഉപനയന എന്നതാണ്. അതുപോലെ തന്നെ വിദ്യാരംഭ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു, അതായത് ആൽഫബറ്റ്സ് ഒക്കെ തുടങ്ങുന്നതിന് വിദ്യാരംഭ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കമ്പൽസറി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഇൻഡിവിജ്വലിസ്റ്റിക് എഡ്യൂക്കേഷനാണ് വേദിക് സിസ്റ്റം ഓഫർ ചെയ്യുന്നത്. റിലീജിയസ് ഐഡിയൽസിനും അതുപോലെ തന്നെ വൊക്കേഷണൽ എഫിഷ്യൻസിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വേദിക് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷനാണ്. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയൽസിൻ്റെ വാല്യൂസ് ഇൻഡോക്ട്രിനൈസേഷനും അൻഷ്യൻ്റ് കൾച്ചറിൻ്റെ സ്പ്രെഡും ഇൻകൾക്കേഷൻ സിവിക് ആൻഡ് സോഷ്യൽ ഡ്യൂട്ടീസും പ്രൊമോഷൻ ഓഫ് വൊക്കേഷണൽ എഫിഷ്യൻസിയും ഒക്കെ ഇതിൻ്റെ ഒരു എയിമാണ്. സ്റ്റഡി ഓഫ് ഫോർ വേദാസ്, ആർട്സ് ഓഫ് വാർഫെയർ സച്ച് എസ് ആർച്ചറി, റൈഡിങ്, ഹോഴ്സ്മാൻഷിപ്പ്, റെസ്ലിങ്, ഫിഷ് ഫൈറ്റിങ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, മാത്സ്, അർത്ഥശാസ്ത്ര, ഹാൻഡിക്രാഫ്റ്റ്സ്, ആയുർവേദ, നോളജ് ഓഫ് ഗോഡ്, നോളജ് ഓഫ് ദ അബ്സല്യൂട്ട്, സ്റ്റോറീസ് ഓഫ് ഹീറോയിക് ലൈഫ്സ്, ഡിസ്കോഴ്സ് ഓൺ ദ പുരാണാസ്, ഇതെല്ലാം കരിക്കുലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ 3 സ്റ്റെപ്പാണ്. ഒന്ന് ശ്രവണ, അതായത് ലിസണിങ്, പിന്നെ മനന, റിഫ്ലക്ഷൻ ഓൺ ദ മീനിങ്, നിത്യാസന, കോൺസ്റ്റൻറ്റ് മെഡിറ്റേഷൻ എന്നാണ്. ഇതൊക്കെയാണ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ബുദ്ധിസം എന്ന റിലീജിയൻ ഫൗണ്ട് ചെയ്തത് സിദ്ധാർത്ഥ ഗൗതമയാണ്. ഇത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് എഡ്യൂക്കേഷൻ ഓപ്പൺ ടു ഓൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ആണ്. അതാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. യാതൊരുവിധ എന്താ പറയുന്ന ബാരിയേഴ്സും ഇല്ലാണ്ട് എല്ലാവർക്കും ഒരേ എഡ്യൂക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മോണസ്ട്രി എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റം, എഡ്യൂക്കേഷൻ ഓപ്പൺ ടു ഓൾ, റിലീജിയസ് സെക്യുലർ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, പബജ സെറിമണി. നമ്മൾ മറ്റെടുത്ത് പറഞ്ഞു ഉപനയന എന്ന് പറഞ്ഞു, അതുപോലെ ഇവിടെ വരുന്നത് പബജ സെറിമണിയാണ്. അതുപോലെ തന്നെ ഉപസംവാദ സെറിമണിയുണ്ട്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു കരിക്കുലമാണ് ഇവിടെ, അതായത് റിലീജിയൻ, ഫിലോസഫി, മെറ്റാഫിസിക്സ്, ലോജിക്ക്, ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ഒക്കുപേഷണൽ എഡ്യൂക്കേഷനും വരുന്നുണ്ട്. നളന്ദ, തക്ഷശില, വിക്രമശില, ഉജ്ജയിൻ, മിഥില, ഒഡാണ്ടപുരി എന്നിവയെല്ലാം ഈ ബുദ്ധിസത്തിൻ്റെ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ചൈന, മ്യാൻമർ, തായ്ലൻഡ് എന്നിവിടയിൽ നിന്നുള്ള സ്റ്റുഡൻസ് എല്ലാം ഇവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണയാണ്. അതുപോലെ തന്നെ ഓൾഡർ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ് പേഴ്സണാലിറ്റി, ഫോർ നോബിൾ ട്രൂത്തും അതുപോലെ തന്നെ 8 നോബിൾ ഫോൾഡ് പാത്തുമായിട്ട് ഫെമിലിയർ ആക്കുക. ലവ്, കമ്പാഷൻ, ടോളറൻസ്, സാക്രിഫൈസ് എന്നിവയെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്ന എല്ലാവയാണ് ഇതിൻ്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മദർ ടങ് പാലി, പ്രകൃതി, സാൻസ്ക്രിറ്റ് എന്നിവയാണ് ഇതിൻ്റെ മീഡിയം ഓഫ് ടീച്ചിങ് ആയിട്ട് വരുന്നത്. ബുദ്ധയുടെയും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രത്തിൻ്റെയൊക്കെ പഠിത്തമാണ് ഇതിൻ്റെ കരിക്കുലത്തിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ത്രിപിതകാസ് എന്ന് പറയുന്നത്. അതായത് പിതക മീൻസ് ബോക്സ് ആണ്. അതിൻ്റെ അകത്ത് വിനയ പിതക, അതായത് റൂൾസ് ഓഫ് ബിഹേവിയർ, ശക്ത പിതക, കളക്ഷൻ ഓഫ് റിലീജിയസ് സെർമൺസ്, ധമ പിതക, അതായത് മെയിൻ പ്രീച്ചിങ് ഓഫ് ബുദ്ധ, ഇതെല്ലാം മെയിൻ സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട്. ലോവർ ലെവലിൽ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് ഒക്കെ, ഹയർ ലെവലിൽ ഹിന്ദു റിലീജിയൻ, വേദാസ്, ഫിലോസഫി, ലോജിക്ക്, ഫൈൻ ആർട്സ്, ആയുർവേദ, മിലിറ്ററി ട്രെയിനിങ് എന്നിവയെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് സ്പിന്നിങ്, വീവിങ്, പ്രിൻറ്റിങ്, ക്ലോത്ത്സ്, ടൈലറിങ്, ആർട്ട്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, മെഡിസിൻ എന്നിവയെല്ലാം വരുന്നുണ്ട്. ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ, കാസ്റ്റിൻ്റെയോ ക്രീഡിൻ്റെയോ റിലീജിയൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനും ഇത് വളരെയധികം പ്രാധാന്യം കൊടുത്തു. സ്ട്രിക്റ്റ് ഡിസിപ്ലിൻസ് ഇവർ ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ഫിസിക്കൽ പണിഷ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. സാൻസ്ക്രിറ്റ്, ലോക്കൽ ലാംഗ്വേജ് എല്ലാം മീഡിയം ഓഫ് ടീച്ചിങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നു. സോ ഇതൊക്കെയാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റം എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്. ഇനി നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആയിട്ടാണ് തക്ഷശില എന്ന് പറയുന്നത്. തക്ഷശില 7th സെഞ്ച്വറിയിലാണ് വന്നത്. ഗാന്ധാർ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ഇത്. ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഇത് ഫേമസ് ആയത് മെഡിക്കൽ സ്റ്റഡീസ്, പാണിനി, അതുപോലെ തന്നെ കൗഡല്യ
ചരക എന്നിവരെല്ലാവരും ഇവിടെ പഠിച്ചവരാണ്. തക്ഷശില ഗ്രീക്ക് കൾച്ചറും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നളന്ദ. നളന്ദ ബീഹാറിലാണ്. നളന്ദേനെ വൺ ഓഫ് ദ ഫസ്റ്റ് ഗ്രേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ വന്നൊരു യൂണിവേഴ്സിറ്റിയും കൂടെയാണ്. നളന്ദയെ ഇപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ജപ്പാൻ, ചൈന, തായ്ലൻഡ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ ആയിട്ടൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊളാബറേഷൻ ഉണ്ട്. ലോജിക്കിൻ്റെ പഠനത്തിനാണ് ഈ നളന്ദ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. കുലപതി അല്ലെങ്കിൽ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റിക്കാണ് ഇതിൻ്റെ മെയിൻ ചാർജ് എന്ന് പറയുന്നത്. ഇന്ത്യയെ കൾച്ചറിൻ്റെ റിഫൈൻമെൻറ്റിന് എക്സ്പാൻഷന് വളരെയധികം പങ്കുവഹിച്ച യൂണിവേഴ്സിറ്റിയും കൂടെയാണ് നളന്ദ എന്ന് പറയുന്നത്. വല്ലഭിയാണ് അടുത്ത് വരുന്നത്. ഇത് നളന്ദയുടെ അതായത് അത്രയും ഫേമസ് ആയിട്ടുള്ളതാണ്. വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയിലാണ് ഇത് കാണപ്പെടുന്നത്. അർത്ഥശാസ്ത്ര, നീതിശാസ്ത്ര, ചികിത്സശാസ്ത്ര എന്നിവയെല്ലാം ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബുദ്ധിസത്തിൻ്റെ അകത്ത് ഹിനയാന ഫോം ഓഫ് ബുദ്ധിസം ഇവിടെ പ്രീച്ച് ചെയ്തിരുന്നു, വെച്ചാൽ അതും ഇവിടെ പഠിപ്പിച്ചിരുന്നു. വിക്രമശില എന്ന് പറയുന്നത് ധർമ്മപാല, അതായത് പാൽ ഡൈനാസ്റ്റിയിലെ എംപററായിരുന്ന ധർമ്മപാലയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത 8th സെഞ്ച്വറിയിൽ. ഇത് ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. താന്ത്രിക് ബുദ്ധിസത്തിൻ്റെ പേരിലാണ് വിക്രമശില ഫേമസ് ആയത്. നളന്ദയുടെ വിക്രമശിലയുടെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഒഡാന്തപുരി എന്ന് പറയണത്. പക്ഷെ അവിടെ ഒത്തിരി മോങ്സും സ്റ്റുഡൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ജഗദല എന്ന് പറയണത്. പാൽ കിങ് ആയിരുന്ന രാജാറാം പാലാണ് ഇത് നിർമ്മിച്ചത്. മിഥില ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ്റെ പേരിലാണ് ഫേമസ് ആയത്. സെക്യുലർ ലേണിങ്സ് ലൈക്ക് മാത്തമാറ്റിക്സിനും അസ്ട്രോണമിക്കുമാണ് ഈ ഉജ്ജയിൻ ഫേമസ് ആയിട്ടുള്ളത്. UGC ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1953 ഡിസംബറിലാണ് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിലൂടെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരത്തിലായത് 1956 UGC അതായത് ഗവൺമെൻറ്റും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. ഇതിന് 6 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. പൂനെ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഗുവാഹട്ടി, ഭോപ്പാൽ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പ്രൊമോഷനും കോർഡിനേഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഇൻ ടീച്ചിങ്, എക്സാമിനേഷൻ, റിസർച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ്, ഗവേണൻസിനും മാനേജ്മെൻറ്റിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് UGCയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗ്. ഇതൊരു പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ആണ്. ഇത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ടെക്നിക്കലും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയണത്. ഇതിൻ്റെ ഗവേണിംഗ് കൗൺസിലിൻ്റെ അകത്ത് എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിയൻ ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. 2015 ഇത് നിലവിൽ വന്നത്. ക്യാബ് എന്ന് പറയുന്നത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പഴയതും ഉന്നതവുമായ ഉപദേശക സമിതിയാണ് ക്യാബ് എന്ന് പറയുന്നത്. 1920 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സമയാസമയങ്ങളിൽ നമ്മുടെ കൺട്രിയിലെ എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രസ്സിനെ റിവ്യൂ ചെയ്യുക, കേന്ദ്ര ഭരണകൂടവും സംസ്ഥാന ഭരണകൂടങ്ങളും ബന്ധപ്പെട്ട മറ്റ് ഏജൻസികളും ദേശീയ വിദ്യാഭ്യാസ നയം എത്രത്തോളം നന്നായി നടപ്പിലാക്കുന്നു എന്ന് വിലയിരുത്തി ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള ഉപദേശം നൽകുക. കേന്ദ്ര ഭരണകൂടവും സംസ്ഥാന ഭരണകൂടങ്ങളും ബോർഡിനോട് ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രശ്നത്തെപ്പറ്റി ഉപദേശം ആരാഞ്ഞാൽ അത് യഥാസമയം നൽകുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇത് 1961 സ്ഥാപിതമായത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
വിദ്യാഭ്യാസ രംഗത്തെ നയങ്ങളും പരിപാടികളും രൂപവൽക്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും മനുഷ്യ വിഭവശേഷി വികസന കാര്യാലയത്തിന് സഹായം നൽകുക, ഗവേഷണം, നൂതന പരിപാടികൾ, പരീക്ഷണങ്ങൾ, പൈലറ്റ് പ്രോജക്റ്റുകൾ, വിദഗ്ധ പരിശീലനം, വ്യാപന സേവനങ്ങൾ തുടങ്ങിയ ആവശ്യാനുസരണം ഏറ്റെടുക്കുക, കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിൽ ബന്ധം പുലർത്താൻ വേണ്ടി വേണ്ടത് ചെയ്യുക എന്നിവയാണ് ഇതിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. NUPA, ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. 1962 ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. യുനെസ്കോയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഇതിന് പേര് ലഭിച്ചത് 2006 അതിനു മുമ്പ് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ NIPA എന്നാണ് അറിയപ്പെട്ടത്. വിദ്യാഭ്യാസ ആസൂത്രകരെയും ഭരണകർത്താക്കളെയും പരിശീലിപ്പിക്കുക, വിദ്യാഭ്യാസ ആസൂത്രണത്തിലും ഭരണത്തിലും ഗവേഷണ പഠനം നടത്തുക, ദേശീയവും അന്തർദേശീയവുമായ നിലവാരങ്ങളിൽ ഉപദേശ സേവനങ്ങൾ നൽകുക, ഏറ്റവും പുതിയ അറിവുകളും വിവരങ്ങളും വിനിമയം ചെയ്യാനുള്ള സജീവ സ്രോതസ്സായി പ്രവർത്തിക്കുക, വിദ്യാഭ്യാസ ആസൂത്രണത്തിലും ഭരണത്തിലും സെമിനാറുകളും സമ്മേളനങ്ങളും ശില്പശാലകളും സംഘടിപ്പിക്കുക തുടങ്ങി വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ഒരു ദേശീയ സർവകലാശാലയാണിത്. നെക്സ്റ്റ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT ആണ്. ഇതൊരു നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡിയാണ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ. ഇത് 1973 സ്ഥാപിതമായത്. അതായത് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യാൻ ആവശ്യമായ വിഭവങ്ങളുമുള്ള ഒരു NCT വിഭാവനം ചെയ്തിരുന്നു. 1995 ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി സമിതിയായി നിലവിൽ വരുവാണ് ചെയ്ത്. ന്യൂഡൽഹിയാണ് ഇതിൻ്റെ കേന്ദ്ര ആസ്ഥാനം എന്ന് പറയുന്നത്. ഭുവനേശ്വർ, ജയ്പൂർ, ബാംഗ്ലൂർ, ഭോപ്പാൽ എന്നീ 4 പ്രാദേശിക കമ്മിറ്റികളുമുണ്ട്. ഭാരതത്തിലെ ഒട്ടാകെയുള്ള അധ്യാപക വിദ്യാഭ്യാസ പദ്ധതിയുടെ ആസൂത്രിതവും ഒത്തിണക്കവുമുള്ളതുമായ വികസനം സാക്ഷാത്കരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോകുന്നത് NCT ആണ്. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ ഓപ്പൺ സ്കൂൾ NOS എന്ന് പറയുന്ന. ഓപ്പൺ സ്കൂളിങ്ങിനുള്ള ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പ് അറിയപ്പെട്ടിരുന്ന നാഷണൽ ഓപ്പൺ സ്കൂൾ എന്ന പേരിലാണ്. ഭാരത സർക്കാരിൻ്റെ മനുഷ്യ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സ്വയം ഭരണ സ്ഥാപിതമായി NOS 1989 സ്ഥാപിതമായത്. വിദ്യാലയത്തിന് പുറത്ത് കുട്ടികളുടെയും വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയവരുടെയും സാമൂഹ്യ സാമ്പത്തിക പരാധീനതകളുള്ള വിഭാഗത്തിൽപ്പെട്ട പഠിതാക്കളുടെയും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAAC എന്ന് പറയുന്നത്. UGC സ്ഥാപിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് NAAC എന്ന് പറയുന്നത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അക്രഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 1986 ദേശീയ വിദ്യാഭ്യാസം നൽകിയ ശുപാർശയുടെ ഫലമാണ് ഈ സ്ഥാപനം. തുടർന്ന് 1994 ബാംഗ്ലൂർ ആസ്ഥാനമാക്കി NAAC സ്ഥാപിതമാവുകയാണ് ചെയ്തത്. ഇതിൻ്റെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ടിംഗ് ടു നാഷണൽ ഡെവലപ്മെൻറ്റ്, ഫോസ്റ്ററിംഗ് ഗ്ലോബൽ കോമ്പീറ്റൻസീസ് എമംഗ് സ്റ്റുഡൻസ്, ഇൻകൾക്കേറ്റിംഗ് എ വാല്യൂ സിസ്റ്റം ഇൻ സ്റ്റുഡൻസ്, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ടെക്നോളജി, ക്വസ്റ്റ് ഫോർ എക്സലൻസ് എന്നിവയാണ്. അതായത് നമ്മുടെ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അക്രഡിറ്റ് ചെയ്യുന്നത് NAAC ആണ്. അതായത് അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി ഇതിന് അക്രഡിറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേഷൻ, അക്കൗണ്ടബിലിറ്റി, ഓട്ടോണമി ആൻഡ് ഇന്നോവേഷൻസ് എല്ലാം ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. NCERT നാഷണൽ ലെവലുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ വരുന്നതാണ് SCERT എന്ന് പറയുന്നത്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ബോഡിയാണ്. എഡ്യൂക്കേഷണൽ റിസർച്ച്, ട്രെയിനിങ്, എക്സ്റ്റൻഷൻ ആൻഡ് കോപ്പറേഷൻ ഫോർ ദ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നിവ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് SCERT എന്ന് പറയുന്നത്. സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിൻ്റെ നേരിട്ടുള്ള ചുമതല SCERTക്കാണ്. അതുപോലെ ഡയറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായ നേതൃത്വം നൽകുന്നതും SCERTയുടെ പ്രൈമറി തലത്തിലും പ്രീ പ്രൈമറി തലത്തിലുള്ള അധ്യാപകരുടെ സേവനകാല പരിശീലനവുമായി പ്രത്യക്ഷവും പരോക്ഷമായി ബന്ധം പുലർത്തുന്നതും SCERT ആണ്.
ഗവേഷണ പഠനങ്ങൾ സ്വയം നടത്തുകയും ബോധനം ചലനാത്മകം ആക്കാൻ വേണ്ടി ഗവേഷണ ഫലങ്ങൾ അധ്യാപകർക്ക് പകർന്നു കൊടുക്കുകയും SCERT ചെയ്യുന്നുണ്ട്. അതായത് നാഷണൽ ലെവൽ NCERT, സ്റ്റേറ്റ് ലെവൽ SCERT, അതിനുശേഷം ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് ഡയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിൽ അക്കാഡമിക് ആൻഡ് റിസോഴ്സ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത്. 1986 വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഡയറ്റ് വന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റിസോഴ്സ് സെൻ്ററായിട്ട് വർക്ക് ചെയ്യുക. IT മിഷൻ, ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സെക്ഷൻ ഇവരുടെയൊക്കെ റിസോഴ്സ് സെൻ്ററായിട്ട് വർക്ക് ചെയ്യുക. റിസർച്ച് വർക്കുകൾ കണ്ടക്ട് ചെയ്യുക. എഡ്യൂക്കേഷണൽ ഫീൽഡിൽ സ്റ്റഡി നടത്തുക. പ്രീ സർവീസ്, ഇൻ സർവീസ് ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. എന്നിവയെല്ലാം ആണ് ഇതിൻ്റെ മുഖ്യ ചുമതലകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. 2000-2001 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഇൻ ടൗൺ ബൈ മാനർ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അതായത് 6 മുതൽ 14 വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് 2010 വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അതായത് 5 വർഷം കൊണ്ട്, അതായത് 2007 ആകുമ്പോഴേക്കും എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക, 2010 ആകുമ്പോഴേക്കും എലമെൻ്ററി എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയണത്. സോ നമ്മൾ കുറേ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്ത് ഇപ്പോൾ ക്യാബ് ഉണ്ട്, NCERT ഉണ്ട്, NUP ഉണ്ട്, NCT ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ചർച്ച ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ഇതിൻ്റെ വർഷം ഓർത്തിരിക്കുക. പിന്നെ ഇതെന്താണ് വെച്ചാൽ മെയിനായിട്ട് ഇതെന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ NCERT എടുത്തു കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. NCT എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ചുമതല എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ബന്ധപ്പെട്ട് ചോദിക്കുക. NAAC അക്രഡിറ്റേഷന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ഇൻക്രീസിങ് ഇൻറ്റൻഷനിൽ എഴുതുക അല്ലെങ്കിൽ ഡിക്രീസിങ് ഇൻറ്റൻഷനിൽ എഴുതുക എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ടൈഗർ, മമ്മൽ, ഫെലൈൻ, ആനിമൽ എന്നതാണ്. അപ്പം നമ്മൾ ഓർക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത്. ഇതിപ്പം ഓരോന്ന് മാറി മാറി. ഈ തവണ ആനിമൽസിൻ്റെ ആണെങ്കിൽ ചിലപ്പം R2 ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ടറിൽ നിന്ന് ബന്ധപ്പെട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻക്രീസിങ് ഇൻറ്റൻഷനിൽ എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ആദ്യം നമ്മൾ ടൈഗറിനെ എഴുതിയിട്ട് അവസാനം ആനിമൽ എഴുതും. പക്ഷെ അങ്ങനെയല്ല. ഇൻക്രീസിങ് ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ആനിമലാണ് എഴുതേണ്ടത്. അതായത് ആനിമലിൻ്റെ വർഗ്ഗം, അതിനുശേഷം മമ്മൽ, പിന്നെ ഫെലൈൻ, പിന്നെ ടൈഗർ. ഇൻക്രീസിങ് ഇൻറ്റൻഷനിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഡിക്രീസ് ആണെങ്കിലാണ് നമ്മൾ നേരെ തിരിച്ചെഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ ഓർത്തിരിക്കുക. അതായത് ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആനിമൽ അത് ലാർജ് ഗ്രൂപ്പാണ്. അതിനുശേഷം മമ്മൽ വന്നു, അതിനേക്കാൾ ചെറിയൊരു ഗ്രൂപ്പാണ്. ഫെലൈൻ ചുമടെടുക്കുന്ന മൃഗങ്ങൾ, അത് അതിനേക്കാൾ ചെറിയ ഗ്രൂപ്പാണ്. അതിനുശേഷമാണ് ടൈഗർ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചിന്തിച്ച് എഴുതാനായിട്ട്. ഞാൻ സ്ലൈഡ് ആദ്യം ഉണ്ടാക്കിയപ്പോൾ അത് ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയി. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇത് കൂട്ടിച്ചേർത്ത്. ഇത് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. റീഡിംഗ് കോംപ്രഹെൻഷനും അതുപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ സെക്ഷനും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാൻ 95% ചാൻസ് ഉള്ള ഏരിയാസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ആ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിനി നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമുക്കറിയാം ഇനി 1 വീക്കാണ് എക്സാമിനുള്ളൂ. സോ ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോറ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഇനി ഈ ഒരാഴ്ചയുള്ളൂ. എല്ലാം പഠിച്ച് തീർക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. നമുക്കറിയാം സെക്കൻഡ് പേപ്പറും ഉണ്ട്. സെക്കൻഡ് പേപ്പറിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് പേപ്പറിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസുമാണ് ചോദിക്കുന്നത്. സോ ഈ പോർഷൻസ് എങ്കിലും നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനിയുള്ള സമയം നമ്മൾ കളയരുത്. നന്നായിട്ടിരുന്ന് പഠിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് കയറി കഴിയുമ്പോൾ നമുക്ക് മാറിപ്പോകും. അതായത് ഇപ്പം നമ്മൾ ICTയിലൊക്കെ കുറേ ടേംസ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, സിമ്പിളാണ് തോന്നുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ തറവായിട്ട് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ചേച്ച് പോവുക. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.